നമസ്കാരം. എൻ്റെ പേര് ജാങ്കുള. നമുക്ക് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ചെയ്യാനുള്ളത് ഭാ 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 ട്രെയിലർ, അതായത് നമ്മൾ ഡിസംബർ 18 ഇറങ്ങാൻ പോകുന്ന ആ ഒരു പടത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ കണ്ടു. ട്രെയിലറിനെ കുറിച്ചുള്ള ഒരു ചെറിയ അഭിപ്രായ പ്രകടനമാണ് കേട്ടോ ഇത്. കാരണം ആ ട്രെയിലർ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഈ ഒരു ഗൂസ്ബം മൂമെൻറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത് അതിൻ്റെ സീക്വൻസ്, വിനീത് ശ്രീനിവാസ് ഉണ്ട്, ധ്യാൻ ശ്രീനിവാസ് ഉണ്ട്, ദിലീപ് ഉണ്ട്, ലാലേട്ടൻ ഉണ്ട്. പക്ഷേ ആ ഒരു സീക്വൻസ് സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയും മോഹൻലാലും ദിലീപും ഒന്നിക്കുന്ന ആ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അത് പ്രാവശ്യം വേറെ ലെവലിലായിരിക്കും, അത് ഉറപ്പാണ്. അതൊരു വേറെ ലെവൽ മാസ് സീക്വൻസ്, ഒ ജി മാസ് സീക്വൻസിൻ്റെ ഒരു പുതിയ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും കേട്ടോ. അതിൽ ട്രെയിലർ അവസാന ഭാഗത്തിൽ ലാലേട്ടൻ്റെ എൻട്രിക്ക് ശേഷം ഉള്ളൊരു 3-4 കട്ട് കണ്ടാൽ തന്നെ നമുക്കറിയാം അവർ നമ്മളുടെ സീക്വൻസുകൾ. പല സിനിമകൾ നമ്മൾ അവരൊന്നിച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു രീതിക്ക് തിയേറ്റർ എന്തായാലും ഇതൊരു വൻ തിരിച്ചുവരവായിരിക്കാം. എല്ലാ കാരണം കൊണ്ടും അത് കറക്റ്റ് സമയത്താണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു വൻ ട്രീറ്റായി മാറട്ടെ. പക്ഷേ ആ ലാസ്റ്റ് ഒരു ലാലേട്ടൻ്റെ എൻട്രിക്ക് ശേഷമുള്ള ആ ഒരു ട്രെയിലർ എന്ന് പറയുന്നത് വേറെ ലെവലിലാണ്. അതിൽ ചെറിയൊരു ഗ്ലിംസേ ഉള്ളൂ കേട്ടോ, പക്ഷേ വളരെയധികം ആ ഒരു സ്ക്രീൻ പ്രസൻസും അവരുടെ കോംബോവും റാപ്പും ഒക്കെ ഈ തരത്തിൽ മാച്ച് ആവുമെന്നുള്ളത് നമുക്ക് ഈ പടത്തിലൂടെ മനസ്സിലാവും എന്നുള്ളതാണ്. ബാക്കിയുള്ളതൊക്കെ ഒരു സസ്പെൻസ് ത്രില്ലറാണ്. അവർ തന്നെ പറയുന്നുണ്ട് അതിൽ ലോജിക്കില്ല, മാഡ്നസ് ആണ്. അതായത് നമ്മൾ മൊത്തം പടം എന്ന് പറയുന്നത് നമുക്ക് ഒരു ആഘോഷം പോലെ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് മാസ് എൻ്റർടൈനറാണ്. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്ലോട്ട് ഉണ്ടാവും അതിൽ, പലതരത്തിലുള്ള പ്ലോട്ടുകളും കാര്യങ്ങളുടെയും ഒരു സിഗ്നൽ ഉണ്ട് അതിൽ. അപ്പോൾ അങ്ങനത്തെ പല വിഷയങ്ങളും ഉണ്ടാവും. കാരണം അതിൽ ആ നായകന് പറയാനുള്ള പല കാര്യങ്ങളും ഇനി പറയാനുള്ള ഒരു വേദി കൂടിയായിരിക്കാം ചിലപ്പോൾ ആ ഒരു പടം എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ട്രെയിലറിൽ ആ ലാലേട്ടൻ ദിലീപ് ആ ഒരു കോമ്പിനേഷൻ കണ്ടപ്പോഴുള്ള ആ ഒരു മാസ് മൂമെൻറ്റ്, ആ തിയേറ്ററിക്കൽ പ്രസൻസ് എങ്ങനെയായിരിക്കും നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതാണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം. ഒരാൾ എന്തായാലും വിജയമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.